എൻ്റെ ഉപ്പ കൂലിപ്പണിയാണ് എടുക്കുന്നത്, സെൻട്രിങ്ങിൻ്റെ പണിയാണ് എന്നുള്ളതാണ്. ആ വിയർപ്പിൻ്റെ ഗന്ധമാണ് ഇന്ന് ഞാനിവിടെ എത്തി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോവുകയുണ്ടായി. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേയധികം കുട്ടികളുണ്ട്. ഇവരുമായിട്ട് പതുക്കെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ രക്ഷിതാക്കൾക്കൊക്കെ എന്താ ജോലി എന്നുള്ളത്. അപ്പോൾ പല കുട്ടികളും ഏകദേശം ആ ക്ലാസ്സിൻ്റെ അകത്ത് ഒരു 100ൽ പരം കുട്ടികളുണ്ട്. അതിൽ ഞാൻ ഏകദേശം ഒരു 50 കുട്ടികളോട് ഫസ്റ്റ് ചോദിച്ച സമയത്ത് ഈ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് വിദേശത്താണ്, ബിസിനസ്സാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റത്തെ ഒരു കുട്ടീൻ്റെ ടേൺ എത്തിയ സമയത്ത് ആ കുട്ടി പറഞ്ഞത് എൻ്റെ ഉപ്പ കൂലിപ്പണിയാണ് എടുക്കുന്നത്, സെൻട്രിങ്ങിൻ്റെ പണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പല കുട്ടികളെയും അല്ലെങ്കിൽ പല കുട്ടികളുടെ രക്ഷിതാക്കളെയും നേരിട്ട് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവരുടെ ഒട്ടുമിക്ക രക്ഷിതാക്കളുടെയും ജോലി ഈ പറയുന്ന കൂലിപ്പണി മറ്റുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ അവരാരും അത് പറയാൻ സന്നദ്ധത കാണിച്ചില്ല എന്നുള്ളതാണ്. ഈ കുട്ടി വളരെ കൃത്യമായിട്ട് എൻ്റെ ഉപ്പ കൂലിപ്പണി ചെയ്തിട്ടാണ് സാറേ ഞങ്ങൾ നോക്കുന്നത്. അപ്പം അതുമാത്രമല്ല, ആ കുട്ടി അതിന് ശേഷം പറഞ്ഞ വേർഡാണ് കുറച്ചും കൂടെ സ്ട്രൈക്കിംഗ് ആയത്. അതായത് ആ കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, ആ വിയർപ്പിൻ്റെ ഗന്ധമാണ് ഇന്ന് ഞാനിവിടെ എത്തി ഈ പഠിക്കാനുള്ള അവസരങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഉപ്പക്ക് ബിസിനസ്സാണ്, മറ്റുള്ള പണികളാണ് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ എനിക്കറിയാം എൻ്റെ ഉപ്പ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പം അത് അങ്ങനെ തന്നെ സാറ് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമായിരുന്നു. അത് തന്നെയാണ് ഞാൻ എല്ലാ കാലത്തും, ഇനി ഞാൻ എത്ര തന്നെ വലിയ ആളായാലും ഞാൻ അങ്ങനെ തന്നെ പറയുകയുള്ളൂ എന്നാണ് ആ കുട്ടി പറഞ്ഞ വാക്ക്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്.